ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ ഓശാന തിരുനാൾ കൊണ്ടാടുന്ന ദിവസം. ഈ നല്ല തിരുനാളിൻ്റെ മംഗളങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ നേരുകയാണ്. നമുക്കൊരുമിച്ച് രണ്ട് വരി പാട്ടുപാടിക്കൊണ്ട് ആരംഭിക്കാം. നമ്മളെല്ലാവരും പള്ളിയിൽ പോയി പാടി കാണും. ഓശാന ഓശാന കർത്താവിനോശാന മിശിഹ കർത്താവിനോശാന. ലൂക്കാസ് വിശേഷം 19-ാം അധ്യായം 37-38 വചനങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. അവൻ പട്ടണത്തിനോട് അടുത്ത് ഒലിവ് മലയുടെ ചെരുവിന് സമീപത്തെത്തിയപ്പോൾ ശിഷ്യഗണം മുഴുവൻ സന്തോഷിച്ച് തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ, സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം എന്ന് അവർ ആർത്ത് വിളിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗത്തിൻ്റെ ഒരു സന്തോഷം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണ് ഓശാന. വെളിപാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം 5-6 വചനങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. സിംഹാസനത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു, ദൈവത്തിൻ്റെ ദാസരും അവിടുത്തെ ഭയപ്പെടുന്നവരും ചെറിയവരും വലിയവരുമായ നിങ്ങൾ എല്ലാവരും നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവിൻ. പിന്നെ വലിയ ജനക്കൂട്ടത്തിൻ്റെയും പെരുവെള്ളത്തിൻ്റെയും ഗംഭീരമായ ഇടിമുഴക്കത്തിൻ്റെയും ശബ്ദം പോലുള്ള ഒരു സ്വരം ഞാൻ കേട്ടു, ഹല്ലേലൂയ, സർവശക്തനും കർത്താവുമായ നമ്മുടെ ദൈവം വാഴുന്നു. ഇവിടെ ഈ സ്വർഗത്തിലെ ഈ സ്തുതിപ്പ്, ഈ സന്തോഷം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ പ്രവാചകന് സ്വർഗദർശനം ഉണ്ടാകുമ്പോൾ സിംഹാസനത്തിരിക്കുന്ന കർത്താവിന് ചുറ്റും കോടാനുകോടി മാലാഖമാർ നിന്നിട്ട് ഇങ്ങനെ പരിശുദ്ധൻ 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 എന്ന് പാടി സ്തുതിക്കുക നമ്മൾ കാണുന്നുണ്ടല്ലോ. ആ സ്തുതിപ്പിന്റെ പശ്ചാത്തലം അത് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണ് സത്യത്തിൽ ഓശാന. സ്വർഗത്തിലെ സ്തുതിപ്പിന്റെ പ്രത്യേകത അത് ദൈവമായതുകൊണ്ട് മാലാഖമാർ അവർ ഉള്ളിൽ നിന്നും വരുന്ന സന്തോഷം പ്രകടിപ്പിക്കുന്നതാണ്. അപ്പൊ ദൈവമായതുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താൻ തങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന സന്തോഷം കൊണ്ട് ദൈവത്തെ സ്തുതിക്കലാണ് സ്വർഗത്തിലെ ഓശാന. ഭൂമിയിലെ ഓശാന എന്തായിരിക്കും? അപ്പോൾ ഞാൻ ഇങ്ങനെ ധ്യാനിക്കുകയാണ്. കർത്താവ് 12 അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ ആ അപ്പസ്തോലന്മാരെ പേരുകൾ ഇങ്ങനെ പറയുമ്പോൾ 11-ാമന്റെ പേര് പറയുമ്പോൾ അവന് വിശേഷണം കൊടുത്തിട്ടുണ്ട്, തീവ്രവാദിയായ ശമയോൻ. 12-ാമന് വിശേഷണം കൊടുത്തിരിക്കുന്നത് യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ്കറിയോത്ത എന്നാണ്. എന്നാൽ ബൈബിൾ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ യഥാർത്ഥത്തിൽ തീവ്രവാദികളായ ശമയോൻ, യൂദാസ്കറിയോത്ത എന്നാണ് ചേർക്കേണ്ടിയിരുന്നത്. പ്രിയപ്പെട്ടവർ, അപ്പൊ യേശുവിന്റെ ശിഷ്യന്മാരിൽ 2 പേര് തീവ്രവാദികളായിരുന്നു. തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് യഹൂദ സംസ്കാരത്തെ, യഹൂദ ജനതയെ, ഇസ്രായേൽ മക്കളെ ഈ റോമൻ സാമ്രാജ്യത്തിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരുന്ന പ്രത്യേക ഗ്രൂപ്പാണ് തീവ്രവാദികൾ എന്നറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അവർ ഈ റോമക്കാർക്കെതിരെ പടപൊരുത്തിക്കൊണ്ടിരിക്കുക, എപ്പോഴും ടാക്സ് കൊടുക്കാതിരിക്കുക, റോമൻ ചക്രവർത്തിയെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ നടക്കുക, എങ്ങനെയെങ്കിലും ഭരണം വീണ്ടെടുക്കാനുള്ള പരിപാടികൾ ഒരുക്കുക. ഇതാണ് തീവ്രവാദികളുടെ ജോലിയായിരുന്നത്. അപ്പോൾ ആ വിഭാഗത്തിൽപ്പെട്ട 2 പേരെ കർത്താവ് അപ്പസ്തോല ഗണത്തിലേക്ക് തിരഞ്ഞെടുത്തു. അതുകൊണ്ട് അപ്പസ്തോലന്മാരായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സമയം തുടങ്ങി ഈ ശമയോനും യൂദാസും എപ്പോഴും ഈശോയെ ക്ലോസ് ഒബ്സർവ് ചെയ്യുകയാണ്. എന്താ ഒബ്സർവ് ചെയ്യുന്നതെന്ന് അറിയാമോ? ഇവന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്. അങ്ങനെ അവർ കണ്ടുപിടിച്ചു, ഇവന്റെ വാക്കുകൾ ശക്തമാണ്, ഇവന്റെ പ്രവർത്തികൾ ശക്തമാണ്, ഇവന്റെ അത്ഭുതങ്ങൾ സ്വീകാര്യമാണ്, യഥാർത്ഥത്തിൽ നമ്മുടെ രാജാവാകാൻ പറ്റിയവൻ ഇവൻ തന്നെയാണ് വരാനിരിക്കുന്നവൻ. അതുകൊണ്ട് എപ്പോഴും ഇവർ 2 പേരുടെയും പരിശ്രമം എങ്ങനെയെങ്കിലും ഈശോയെ റോമൻ ചക്രവർത്തിയുടെ സിംഹാസനത്തിന്റെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവർ വിചാരിക്കാൻ എന്താണെന്നറിയാം, ഇത്രയും അത്ഭുതം പ്രവർത്തിക്കുന്ന ആളല്ലേ, അപ്പൊ ഈ റോമൻ ചക്രവർത്തിയുടെ സിംഹാസനത്തിന്റെ അടുത്തേക്ക് എത്തിച്ചാൽ എങ്ങനെയെങ്കിലും റോമൻ ചക്രവർത്തിയെ തട്ടി താഴെയിട്ട് ഈശോ കയറി അവിടെ ഇരിക്കും, യഹൂദന്മാരെ രാജ്യം തിരിച്ചു കിട്ടും, സന്തോഷം ഉണ്ടാവും, സമാധാനം ഉണ്ടാവുന്നതാണ്. അപ്പൊ ഈ ഓശാനയുടെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഈ ശമയോനും യൂദാസും കൂടി ഒരുക്കിയ പശ്ചാത്തലമായിരിക്കും. അവിടെ പെസഹ തിരുനാളിന് വേണ്ടി വന്നുകൂടിയ യഹൂദന്മാരോട് മുഴുവനും വരാനിരിക്കുന്ന രക്ഷകൻ യേശുവാണെന്ന് പറയുകയും അവൻ ദൈവമാണെന്ന് പറയുകയും അവൻ നമ്മെ രക്ഷിക്കുമെന്ന് പറയുകയും എല്ലാവരെയും വിളിച്ചു കൂട്ടുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം, അതിന് കളമൊരുക്കിയത് ഇവർ 2 പേരാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യമായിട്ട് കർത്താവിന് ഓശാന വിളിച്ചതും ശമയോനായിരിക്കാൻ സാധ്യതയുണ്ട്. തീവ്രവാദിയായ ശമയോനും യൂദാസൊക്കെ കൂടിയിട്ടായിരിക്കും ഈ ഓശാന വിളിച്ചിട്ടുണ്ടാവുക. ആ വിളി കേട്ടിട്ടാണ്, ഇവരുടെ ബൂസ്റ്റിംഗ് കേട്ടിട്ടാണ് ജനങ്ങൾ മുഴുവനും ആർത്ത് വിളിച്ചത്. അപ്പൊ എന്താ ഇവരെ പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത്? ഇവൻ റോമൻ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് പോകും, നമുക്ക് മരച്ചില്ലകളൊക്കെ പിടിച്ച് വഴിയിൽ വസ്ത്രങ്ങളൊക്കെ വിരിച്ച് ഇവനെ കഴുതപ്പുറത്ത് ഇങ്ങനെ ആനയിച്ച് കൊണ്ടുപോകേണ്ടത് എങ്ങടാണ്? റോമൻ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക്. പക്ഷേ ആരവങ്ങളും ആഘോഷങ്ങളും എല്ലാം ഈശോ സ്വീകരിച്ചു. പക്ഷേ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് തിരിയുന്നതിന് പകരം ഈശോ ജെറൂസലേം ദേവാലയത്തിലേക്ക് തിരിഞ്ഞു. പ്രിയപ്പെട്ടവരെ, രക്ഷിക്കുമെന്ന് കരുതിയവൻ ശിക്ഷിക്കുന്ന അവസ്ഥ. ഈ ജെറൂസലേം ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് ഈശോ കയറുകൊണ്ട് ചമ്മട്ടി ഉണ്ടാക്കി
അവരെ മുഴുവനും കാളകളോടും ആടുകളോടും കൂടെ അടിച്ചു പുറത്താക്കി. ആരെ? യഹൂദന്മാരെ രക്ഷിക്കുമെന്ന് വിചാരിച്ച് ഓശാന വിളിച്ചതാ. ഇപ്പോ തങ്ങൾക്ക് തന്നെ പാരയായിട്ട് മാറിയ അവസ്ഥ. അന്ന് രാത്രി മുതൽ ഇവര് ഈശോയെ ക്രൂശിക്കുക എന്ന് മനസ്സിൽ പറയാൻ തുടങ്ങി. അത് ഉറക്കെ പറഞ്ഞ പെസഹ വ്യാഴാഴ്ചയായിരിക്കാം, പക്ഷെ മനസ്സിൽ പറയാൻ തുടങ്ങിയത് ഓശാന ഞായറാഴ്ചയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വാർത്ഥ ലക്ഷ്യങ്ങൾ ഉണ്ടായാൽ കർത്താവിനെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കില്ല കേട്ടോ. ഈ സ്വർഗത്തിലെ മാലാഖമാര് ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവർക്ക് സ്വാർത്ഥ ലക്ഷ്യങ്ങളില്ല, അവർക്കൊന്നും നേടാനില്ല. അവർ ദൈവത്തെ സ്തുതിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണ്. പക്ഷേ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നതോ നമുക്ക് വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകാൻ വേണ്ടി. ഓശാന വിളിച്ച് നമ്മൾ ഇന്ന് വന്നില്ലേ, കുരുത്തോലകളൊക്കെ കൈകളിൽ ഏന്തി ദൈവത്തിന് ഓശാന വിളിച്ച്, ഈശോയ്ക്ക് ഓശാന വിളിച്ച് നമ്മൾ വന്നു. എൻ്റെ ഇടവപ്പള്ളിയിൽ ക്രിസ്മസ് കരോളിന് ഉപയോഗിക്കാൻ വേണ്ടി ഒരു കഴുതേന ഉണ്ടാക്കിയിട്ടുണ്ട്. 10ാമത്തെ പള്ളിക്കാരാണ് ഇന്ന് വിളിക്കുന്നത്. ഓശാനയ്ക്ക് കഴുതേനെ തരുമോ? ആകെ ഒരു കഴുതേ ഉള്ളൂ. അപ്പൊ ഞാൻ അവരോട് പറയും, 2ാമത്തെ കഴുത ഞാനാ, എൻ്റെ പുറത്ത് കയറിയിരിക്കാന്ന് എന്നെ കൊണ്ടുപോകാൻ പറയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴുതേനെ കൊണ്ടുവരണം, കഴുതപ്പുറത്ത് ഈശോയായിട്ട് ഒരാൾ കയറിയിരിക്കണം, ജയ് വിളിക്കണം, കുരുത്തോല കൊടുക്കണം, ഇതെല്ലാം നമുക്കുണ്ട്. പക്ഷേ നമ്മുടെ ലക്ഷ്യം എന്താണ്? എല്ലാം കളർഫുൾ ആക്കുക എന്നുള്ളതാണ്. അതിൽ നിന്നൊക്കെ ഒന്ന് മാറണം പ്രിയപ്പെട്ടവരെ. നമ്മൾ ഈശോയ്ക്ക് ഓശാന വിളിക്കുന്നത് ഈശോയെ മഹത്വപ്പെടുത്താൻ വേണ്ടി ആകട്ടെ. സ്വാർത്ഥ ലാഭങ്ങൾ വെച്ച് നമ്മൾ ഈശോയെ ആരാധിക്കാൻ വേണ്ടി വന്നാൽ, ഈശോയ്ക്ക് ജയ് വിളിക്കാൻ വേണ്ടി വന്നാൽ, നമ്മൾ ആഗ്രഹിക്കുന്നത് കിട്ടാണ്ട് വരുമ്പോൾ ഇസ്രായേൽ മക്കൾ ചെയ്തതുപോലെ തന്നെ നമ്മൾ ചെയ്യും. അവനെ കൊല്ലാൻ വേണ്ടി ആർത്ത് വിളിച്ചു. നമ്മൾ എന്താ ചെയ്യുക? ഇനി പള്ളിയും വേണ്ട, പട്ടക്കാരനും വേണ്ട, വിശുദ്ധ കുർബാനയും വേണ്ട, ആരാധനയും വേണ്ട, നമ്മൾ തീരുമാനം എടുക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഓശാന ഞായറാഴ്ച അച്ഛന് നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് എപ്പോഴും ഈശോയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു സ്തുതിപ്പ് നടത്താൻ പറ്റണം. ഈശോയ്ക്ക് വേണ്ടി മാത്രം ആരാധന നടത്താൻ പറ്റണം. എല്ലാവർക്കും ഓശാന ഞായറിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു. ആമീൻ.